താനൊന്നും മിണ്ടാതിരിക്കണോ? താനാരാ? മിഥുൻ, മാന്യമായ ഭാഷ ഈ ചർച്ചയിൽ പറ്റില്ല. ഇതുപോലുള്ള ഓരോരുത്തന്മാർ വന്നിട്ട് ചർച്ചയിൽ ഇടപെട്ടുകൊണ്ടിരുന്നാൽ എനിക്ക് വലിയ വിഷയമാണ്. സംസാരിക്കാൻ യോഗ്യനായതുകൊണ്ടാണ് ഞാൻ മുഖ്യമന്ത്രി തന്നെ പറഞ്ഞൊരു കണക്കുണ്ടല്ലോ, അവിടെ എത്ര ആൾക്കാർ പോയിട്ടുണ്ടെന്നും 100ഓളം ആളുകളെ എങ്ങനെയൊക്കെ കൊണ്ടുപോയി എന്നതും ഒക്കെ കേരളത്തിൽ തന്നെ പോയിട്ടുണ്ടെന്നുള്ള കേരളത്തിന്റെ കണക്കൊക്കെ നമ്മുടെ മുന്നിലുണ്ട്. കോടതി പറഞ്ഞ കാര്യവും നമ്മുടെ മുന്നിലുണ്ട്. സിനിമയിലെ സ്റ്റോറി എന്ന് പറയുന്ന സിനിമയിൽ അത് നടക്കാത്ത കാര്യത്തെ ബേസ് ചെയ്തിട്ടല്ല, അത് നടന്ന കാര്യങ്ങളെ ബേസ് ചെയ്തുകൊണ്ടുള്ള ഒരു സിനിമയാണ്. അതിലൊരു വിഭാഗം ഈ പറയുന്ന ന്യൂനപക്ഷ വിഭാഗം ഈ കൺവേർട്ട് ചെയ്ത് കൊല്ലാൻ വേണ്ടി കൊണ്ടുപോകുന്നവരാണെന്നും അവർ തീവ്രവാദികളാണെന്നും സ്ഥാപിക്കുന്നില്ല സിനിമ എന്നാണോ താങ്കൾ പറഞ്ഞു വരുന്നത്? അല്ല, അങ്ങനെയുള്ള ഇൻസിഡൻസ് അതിൽ ഈ സോഷ്യൽ ഫാബ്രിക്കിനെ ബാധിക്കുന്ന ഒന്നുമില്ല എന്നാണ്. കൺവേർഷനുമായി ബന്ധപ്പെട്ട എത്രയോ വിഷയങ്ങൾ മലപ്പുറത്തൊക്കെ പൊന്തി ഉണ്ടായിരുന്നു. അതൊക്കെ റെക്കോർഡുകളാണ്. അതിനൊക്കെ കുറിച്ചാണ് ആ സിനിമ ഹൈലൈറ്റ് ചെയ്യുന്നത്. അപ്പം കൺവേർഷൻ ഇവിടെ നടക്കുന്നതല്ല, എല്ലാം എന്താ പറയാ പരമപരിശുദ്ധമായ ഒരു നാട്ടിൽ നമ്മൾ ജീവിക്കുന്നു എന്നല്ല. ആ സിനിമ ഹൈലൈറ്റ് ചെയ്തത് അത് വലിയ വിഷയമായിരുന്നല്ലോ, അത് ഭയങ്കര പ്രശ്നമായിരുന്നു. മലപ്പുറത്തൊക്കെ എന്ത് നടക്കുന്നതാണ്? മലപ്പുറം എന്നൊരു ജില്ലയെ എങ്ങനെയെങ്കിലും എന്തെങ്കിലും പറയാവുന്ന സ്ഥലമാക്കി താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? അല്ലല്ല, മലപ്പുറം ബേസ് ചെയ്തുള്ള കൺവേർഷൻസിന്റെ കൃത്യമായ ലിസ്റ്റ് ശ്രദ്ധിക്കുകയാണ്, ഞാൻ അയച്ചു തരാം. ആയിക്കോട്ടെ, സംഭവമില്ല എന്ന് കോടതി പറഞ്ഞിട്ടും മലപ്പുറത്ത് കൺവേർഷൻ നടക്കണമെന്ന് പറഞ്ഞിട്ട് മലപ്പുറത്തിന്റെ എവിടുന്ന് കൺവേർഷൻ നടക്കുന്നു മിഥുൻ വിജയകുമാർ പറയുന്നത്? പരാമർശം പിൻവലിക്കണം. ഒന്നാമത്തെ കാര്യം മിഥുൻ അത് വിശദീകരിക്കും. മലപ്പുറത്ത് ഒരു പ്രത്യേക കണക്ക് മിഥുന്റെ പക്കലുണ്ടെന്ന് മിഥുൻ പറയുകയാണ്. ഒന്നാമത് ഈ കൺവേർട്ട് ചെയ്യുന്നവരൊക്കെ പ്രണയിച്ചിട്ട് കല്യാണം കഴിക്കാൻ തീരുമാനിക്കുമ്പോൾ എനിക്ക് മതം മാറണമെന്ന് ഞാൻ ആഗ്രഹിച്ചാൽ എനിക്കങ്ങ് മാറാമെന്നേ. അതാണ് ഇവിടുത്തെ നിയമവ്യവസ്ഥ. മാറണോ മാറാതിരിക്കുമെന്നല്ല, ഇവിടെ PFIന്റെ ഒരു കൺവേർഷൻ റാക്കറ്റ് ആക്റ്റീവ് ആയിരുന്നു എന്ന കാര്യത്തിൽ സ്മൃതിക്ക് സംശയമുണ്ടോ? കൺവേർഷൻ റാക്കറ്റിനെ എക്സ്പോസ് ചെയ്യുന്ന മലപ്പുറം കോഴിക്കോട് ബേസ് ചെയ്തിട്ടുള്ള അന്വേഷണങ്ങൾ നടത്തിയിട്ട് എക്സ്പോസ് ചെയ്യുമ്പോൾ ഈ 32,000 എന്നുള്ള കണക്ക് വേറെ 3ലേക്ക് എങ്ങനെയാണ് ചുരുങ്ങിയത് മിഥുൻ? ഒരു ചെറിയ കണക്കിനെ